ഹായ് ഫ്രണ്ട്സ്, സുഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. എനിക്കിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയുടെ പുതിയ തുടക്കം എന്ന സിനിമയിലെ കുറേ വിഷ്വൽസും വിസ്മയുടെ ചില ഭാവഭേദങ്ങളെ കളിയാക്കിക്കൊണ്ടൊക്കെ ഒത്തിരി വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനും കുറേ ദിവസമായിട്ട് കാണുന്നുണ്ട്. ഞാനൊരു കൊച്ചുകുട്ടിയുടെ ഒരു ഊഷ്മളമായ അല്ലെങ്കിൽ ഒരു നൈസർഗികമായ ഒരു കൊച്ചുകുട്ടിയുടെ നല്ല എനർജറ്റിക്കായിട്ട് ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു നിഷ്കളങ്കയായ കുട്ടിയുടെ ഒരു ഭാവമായിട്ടാണ് ഞാൻ ഈ ചേഷ്ടകളെല്ലാം ഞാൻ കണ്ട് ആസ്വദിക്കാറുണ്ട്. സാധനം ഞാനങ്ങനെ ഒന്ന് കൂടുതൽ നോക്കുന്നില്ല, പക്ഷേ ഞാൻ എന്നാലും എനിക്കത് ഭയങ്കര ഒരു കുട്ടിത്തം പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാലിനും കുറച്ച് ഷൈയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വിസ്മയ്ക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ എനിക്കതിലൊരു വേറൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കുറേ വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് ഞാനിന്ന് വിസ്മയുടെ ഒരു നായ സ്നേഹത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് കേട്ടെങ്കിലും ഞാൻ വ്യക്തമായിട്ട് അങ്ങനെ എനിക്ക് കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി. അതായത് നിഷ്കളങ്കത, മനസ്സിൽ നിഷ്കളങ്കതയും ദയയും നിഷ്കളങ്കതയൊക്കെ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവികളോട്, മൃഗങ്ങളോട് ഒരു കരുണ, ദയ, ഇങ്ങനെയുള്ള അനുകമ്പ, ഇങ്ങനെയുള്ള ഭാവങ്ങൾ കാണിക്കാൻ പറ്റൂ. ഒരു ഇത്രയും നല്ല ഹൈ ലെവൽ ക്വാളിറ്റി ലൈഫ് നയിക്കുന്ന വിസ്മയെ പോലെ ഒരാൾ ഒരു തെരുവ് മൃഗത്തിനോട് ഇത്രയും കരുണയും സിമ്പതിയും എമ്പതിയും ഒക്കെ കാണിക്കുന്ന ആ ഒരു മനസ്സിനെ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മനസ്സിലാവില്ല. അതൊക്കെ ഒരു പുച്ഛമായിട്ടോ അല്ലെങ്കിൽ അതിനെയൊന്നും തിരിഞ്ഞു പോലും നോക്കാതെ ഇപ്പോൾ ഗ്ലാസ് ഇട്ട വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് വിസ്മയ. പക്ഷേ അത് ഏറ്റവും ഒരു എളിമത്വത്തോടുകൂടെയുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തെരുവട്ടികളോട് ആ കുട്ടി കാണിക്കുന്നത്. അല്ലെങ്കിൽ നായകളോട്, അല്ലെങ്കിൽ ജീവികളോട്, ഏതെങ്കിലും ഒരു ജീവിയോടായാലും നമ്മളൊരു അനുകമ്പയെ കരുണയെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിലെ ബെസ്റ്റ് മനുഷ്യരാണെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. കാരണം ആ മൃഗങ്ങളോട് കാണിക്കുന്ന അൻപ് അത് അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഈ ലോകത്തുള്ള മനുഷ്യരെയും എല്ലാവരെയും അവർക്ക് സ്നേഹിക്കാൻ കഴിയും. മറ്റുള്ള നയവിരോധികൾ പറയുന്നത് മൃഗസ്നേഹികൾ മൊത്തത്തിൽ അഴുക്ക ആളുകളാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ ഞാൻ പറയുന്നു, മൃഗസ്നേഹികളായിട്ടുള്ളവർക്ക് മനസ്സിൽ അലിവും കരുണയുള്ള അവർക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. എല്ലാവർക്കും നല്ലത് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. അപ്പോൾ എല്ലാ മൃഗസ്നേഹികളോടും, ഞാൻ ഉൾപ്പെടുന്ന മൃഗസ്നേഹികളോടും, മൃഗസ്നേഹി ഗ്രൂപ്പുകളിലുള്ളവരോടും, മൃഗസംഘടനകളിലുള്ള എല്ലാ മൃഗസ്നേഹികളോടും എൻ്റെ വ്യക്തിപരമായ ഒരഭിപ്രായം, നമ്മളൊരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ? മോഹൻലാലിൻ്റെ മകളെന്ന നിലയ്ക്കോ കടുത്ത ആരാധന കൊണ്ടോ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിലോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഈ മൃഗങ്ങളോട് ഈ അൻപ് കാണിക്കുന്ന ഒരാൾ, ഒരു പെൺകുട്ടി, അതും ന്യൂ ജനറേഷനിൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് മൃഗസ്നേഹികളായ എല്ലാവരും നമ്മൾ അവൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ആദ്യ സംരംഭമായ അവളുടെ തുടക്കം എന്ന സിനിമ നമ്മളെല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഞാനും തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളൊന്നുമല്ല, പോകാറേ ഇല്ല, സിനിമയെ വർഷങ്ങളെ കാണാറില്ല. പക്ഷേ എനിക്കും പറ്റുമെങ്കിലെന്നേ എനിക്കും പറയാൻ പറ്റൂ, തിയേറ്ററിൽ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പറ്റുന്നവർ എല്ലാം നിങ്ങൾക്കൊരു നിങ്ങളുടെ മൃഗസ്നേഹം നിങ്ങൾ വിസ്മയയ്ക്ക് വേണ്ടി, അവൾ മൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് വേണ്ടി ഒരു പാരിതോഷികം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, മൃഗസ്നേഹിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് അവളുടെ സിനിമ കണ്ട് അവളെ പ്രോത്സാഹിപ്പിക്കണം. അവൾ കൂടുതൽ അവൾ വിചാരിച്ചാൽ മൃഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ കുട്ടിയെ അവളുടെ ഇഷ്ടത്തിന് ഒരു തടസ്സം വരാതെ, അതിനൊരെതിര് പറയാതെ അവളെ ഈ ഒരു കാരണത്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരുപക്ഷേ മൃഗങ്ങൾക്ക് ഭാവിയിൽ നമുക്ക് മേനകാ ഗാന്ധിയുടെ സഹായമൊന്നും കിട്ടുന്നില്ല ഒരു കാര്യത്തിലും. അപ്പം നമുക്ക് ഭാവിയിൽ ഒരു മേനകാ ഗാന്ധിയെ പോലെയോ അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായിട്ടോ ഒരു മദർ തെരേസയെ പോലെ ഒക്കെ വളർന്നു വരാൻ ഒരു സാധ്യതയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി അവൾക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഇതിനാരും നെഗറ്റീവായിട്ട് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല, എനിക്കൊരു പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടല്ല. ഇത് എൻ്റെ മനസ്സിൽ ആ തോട്ട് ഞാൻ വിസ്മയുടെ ഒരു വീഡിയോ കണ്ട് ആ സ്പോട്ടിൽ ഞാൻ ചെയ്യുന്നതാണ്, അല്ലാതെ ഞാൻ ഉറപ്പിച്ചൊന്നും ചെയ്യുന്നതല്ല. എൻ്റെ മനസ്സിൽ ആ ഒരു തോട്ട് തോന്നിയ ആ നിമിഷം തന്നെ, ഞാനിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നതാണ്, ഞാനിങ്ങനെ ഫോൺ തുറന്നപ്പോഴാണ് വിസ്മയുടെ ആ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ ഒരു മൃഗസ്നേഹി എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ചെയ്തു. അപ്പോൾ എല്ലാ മൃഗസ്നേഹികളും വിസ്മയുടെ തുടക്കം കണ്ട് ഒരു മൃഗസ്നേഹി എന്ന നിലയിൽ അവളെ, നല്ലൊരു മനുഷ്യസ്ത്രീ എന്ന നിലയിൽ അവളെ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. ദൈവം അവളെയും നിങ്ങളെയും എല്ലാ മൃഗസ്നേഹികളെയും എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.